ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഇന്ന് പരിസ്ഥിതി പ്രശ്നം എന്നത്തേക്കാളും ഏറെ രൂക്ഷമായിരിക്കുകയാണ്. ജനപ്പെരുപ്പം വർദ്ധിക്കുന്നു, ഫാക്ടറികൾ പെരുകുന്നു. എന്നാൽ അതിനനുസരിച്ച് പ്രകൃതിക്ക് വേണ്ട സംരക്ഷണം നൽകുന്ന കാര്യം മാത്രം നമ്മൾ മറക്കുന്നു. ഇന്ന് നമ്മുടെ പൂർവികർ വച്ചുപിടിപ്പിച്ച വൃക്ഷങ്ങൾ വെട്ടി നശിപ്പിക്കുവാനല്ലാതെ ഒരെണ്ണം നട്ടുവളർത്താൻ നമ്മെക്കൊണ്ടാവുന്നില്ല. ഈ രീതി ഇനിയും തുടരുകയാണെങ്കിൽ പ്രകൃതി നമ്മുടെ നേരെ തിരിച്ചടിക്കും. പിന്നീട് അതിന് ശാസ്ത്രീയ കാരണങ്ങൾ കണ്ടെത്തിയതുകൊണ്ട് എന്ത് പ്രയോജനം? സഹിക്കേണ്ടി വന്ന വിപത്തിനും നാശനഷ്ടങ്ങൾക്കും അത് പരിഹാരമാവില്ല. പണ്ട് ഇന്ന മാസത്തിൽ കൃഷി, ഇന്ന മാസത്തിൽ വിളവെടുപ്പ് എന്നുണ്ടായിരുന്നു. അന്ന് കുഴൽക്കിണറുകളൊന്നുമില്ല. പ്രകൃതി കനിഞ്ഞ് നൽകുന്ന വെള്ളവും വെയിലുമേ ഉള്ളൂ. അന്നുള്ളവർ പ്രകൃതിയുമായി ചേർന്നാണ് ജീവിച്ചത്. അതുമായി ബലപരീക്ഷണത്തിനൊരുങ്ങിയില്ല. അന്ന് പ്രകൃതി മനുഷ്യൻ്റെ സഹായിയായിരുന്നു, സുഹൃത്തായിരുന്നു. ഇന്ന മാസത്തിൽ വിത്ത് വിതച്ചാൽ ഇന്ന സമയത്ത് മഴ കിട്ടും, വിളവെടുക്കാം എന്നറിയാമായിരുന്നു. ഇന്നങ്ങനെയല്ല. ഏത് സമയത്തും കൃഷി ഇറക്കാമെന്നായി. പക്ഷേ വിളവെടുക്കുന്ന സമയത്തായിരിക്കും ചിലപ്പോൾ മഴ പെയ്യുന്നത്, മറ്റു ചിലപ്പോൾ കതിര് വരുന്ന സമയത്തായിരിക്കും വെള്ളപ്പൊക്കം. എല്ലാം നശിച്ചു പോകും. മനുഷ്യൻ്റെ സ്വാർത്ഥത മൂലമാണ് ഈ താളപ്പിഴ സംഭവിക്കുന്നത്. പ്രകൃതിയുടെ സ്വാഭാവികമായ നീതിക്ക് വിരുദ്ധമായി നമ്മൾ എന്തു ചെയ്താലും തിരിച്ചടികളുണ്ടാവും. പുരോഗതി വേണ്ടെന്നല്ല പറയുന്നത്. ശാസ്ത്രത്തിന് അതിൻ്റേതായ പരിമിതികളുണ്ട്, പ്രകൃതിക്ക് അതിൻ്റേതായ വഴികളുമുണ്ട്. ഒന്ന് മറ്റൊന്നിന് തടസ്സമാകാതെ ഇരിക്കണം. ശാസ്ത്രീയ കണ്ടുപിടുത്തങ്ങൾ പ്രകൃതിക്ക് വിരുദ്ധമായി ഉപയോഗിക്കരുത്. മനുഷ്യൻ നിരന്തരമായി ദ്രോഹിച്ച് പ്രകൃതിയുടെ ക്ഷമ നശിച്ചിരിക്കുന്നു. പ്രകൃതി തിരിച്ചടിക്കാൻ തുടങ്ങിയിരിക്കുന്നു. വേണ്ട സമയത്ത് മഴയില്ല, വരൾച്ചയും പ്രകൃതിക്ഷോഭവും വർദ്ധിച്ചു. പ്രകൃതിയുടെ മേലുള്ള മനുഷ്യൻ്റെ അധർമ്മം കാരണം പ്രകൃതിയുടെ സന്തുലിത അവസ്ഥ ആകെ താറുമാറായി. തന്മൂലമുള്ള കഷ്ടതകളാണ് ഇന്ന് മനുഷ്യൻ അനുഭവിക്കുന്നത്. ഓം ശ്രീ ഗുരുഭ്യോ നമഃ.